ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 1 ശമൂവേൽ 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ നാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ന്യായാധിപന്മാരുടെ കാലഘട്ടം അവസാനത്തിലേക്ക് നീങ്ങുകയും രാജത്വത്തിൻ്റെ യുഗം ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ മാറ്റത്തിനിടയിൽ അതിലും ആഴമുള്ള ഒരു ആത്മീയ സത്യം ഒളിഞ്ഞിരിക്കുന്നു. രാജാവായി ദൈവത്തെ ആശ്രയിക്കുമോ അതോ സുരക്ഷയ്ക്കായി മനുഷ്യ സംവിധാനങ്ങളെ ആശ്രയിക്കുമോ എന്ന പോരാട്ടം. 9-ാം അധ്യായത്തിൽ നാം ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട യുവാവായ ശൗലിനെ പരിചയപ്പെടുന്നു. അവൻ ശക്തനും സുന്ദരനും പ്രത്യാശ നൽകുന്നവനുമാണ്. എന്നാൽ അവൻ്റെ ആദ്യ പ്രത്യക്ഷപ്പെടൽ വളരെ സാധാരണമാണ്. അവൻ തൻ്റെ പിതാവിൻ്റെ കാണാതായ കഴുതുകളെ അന്വേഷിക്കുകയാണ്. നിസ്സാരമെന്ന് തോന്നുന്ന ആ ദൗത്യം ദൈവിക നിയമനമായി മാറുന്നു. ഈ വിവരണത്തിലൂടെ ഗ്രന്ഥകാരൻ ഒരു ആഴമേറിയ സത്യം നമ്മോട് വെളിപ്പെടുത്തുന്നു. ശൗൽ കഴുതകളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു രാജാവിനെ അന്വേഷിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നാം സാധാരണ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് കരുതുമ്പോൾ അതിൻ്റെ പിന്നിൽ അസാധാരണമായ ദൈവിക പദ്ധതികൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കാം. പ്രവാചകനായ ശമൂവേലിന് ഈ സംഗമത്തെക്കുറിച്ച് ദൈവം മുൻകൂട്ടി വെളിപ്പെടുത്തുന്നു. ഈ കഥയിൽ യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല. ശമൂവേലും ശൗലും തമ്മിലുള്ള കൂടിക്കാഴ്ച കർത്താവ് തന്നെ ക്രമീകരിച്ചതാണ്. നമ്മുടെ ജീവിതത്തിലെ സാധാരണ സംഭവ വികാസങ്ങൾക്കുള്ളിലും ദൈവത്തിൻ്റെ പരിപാലനം പലപ്പോഴും മറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണിത്. 10-ാം അധ്യായത്തിൽ ശമൂവേൽ ശൗലിനെ എണ്ണയാൽ അഭിഷേകം ചെയ്യുന്നു. ഈ അഭിഷേകം ഒരു രാഷ്ട്രീയ ചടങ്ങ് മാത്രമല്ല, അതൊരു ആത്മീയ വിളിയാണ്. ശമൂവേൽ ശൗലിന് പല അടയാളങ്ങളും നൽകുന്നു. അവയെല്ലാം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. ഏറ്റവും പ്രധാനമായി ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ മേൽ ശക്തിയായി വരികയും അവൻ മറ്റൊരാളായി മാറുകയും ചെയ്യുന്നു. ദൈവം ആരെയെങ്കിലും വിളിക്കുമ്പോൾ ആ വിളി നിറവേറ്റാനുള്ള ശക്തിയും അവൻ നൽകുന്നു എന്നതാണ് ഇതിൻ്റെ പാഠം. ദൈവിക വിളിക്ക് ദൈവിക ശക്തീകരണം അനിവാര്യമാണ്. എന്നിരുന്നാലും ഇവിടെ തന്നെ ഒരു സൂക്ഷ്മമായ സംഘർഷം നാം കാണുന്നു. ആത്മാവിനെ പ്രാപിച്ചിട്ടും ശൗൽ ഭയത്തോടും ആത്മവിശ്വാസക്കുറവോടും പോരാടുന്നു. ജനങ്ങൾ അവനെ രാജാവായി അംഗീകരിക്കാൻ കൂടിച്ചേരുമ്പോൾ അവൻ സാധനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത രാജാവ് തന്നെ ദൈവം നൽകിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. എത്രയോ വിശ്വാസികളും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ ശുശ്രൂഷിക്കാനോ സാക്ഷ്യം പറയാനോ നേതൃത്വം വഹിക്കാനോ അനുസരിക്കാനോ വിളിക്കുമ്പോൾ നാം പലപ്പോഴും ഒഴിവ് കഴിവുകളുടെയും ഭയങ്ങളുടെയും അപര്യാപ്ത ബോധത്തിൻ്റെയും പിന്നിൽ ഒളിച്ചിരിക്കുന്നു. 11-ാം അധ്യായത്തിൽ ശൗലിൻ്റെ മറ്റൊരു വശം വെളിപ്പെടുത്തുന്നു. അമ്മോന്യർ യാബേഷ് ഗിലെയാദിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ മേൽ ശക്തിയായി വരുന്നു. അവൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് ജനത്തെ ഒന്നിപ്പിക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ മഹത്തായ വിജയം നേടുകയും രാജ്യത്വം പരസ്യമായി പുതുക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു നേതാവ് സ്വന്തം ഭയത്തിന് പകരം ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഈ സംഭവം കാണിച്ചു തരുന്നു. അപൂർണരായ മനുഷ്യർ പോലും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ അവരിലൂടെ ദൈവം മഹത്തായ വിടുതൽ പ്രവർത്തിപ്പിക്കുന്നു. 12-ാം അധ്യായം ശമൂവേലിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ്. പഴയ നിയമത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ പ്രസംഗങ്ങളിൽ ഒന്നാണിത്. താൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ, ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് ശമൂവേൽ ജനത്തോട് ചോദിക്കുന്നു. അവർ അവൻ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്തുവെന്ന് സാക്ഷ്യം പറയുന്നു. തുടർന്ന് ശമൂവേൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിരന്തരമായ വിശ്വസ്തതയെ എടുത്തു കാണിക്കുന്നു. ഇസ്രായേൽ നിലവിളിച്ചപ്പോഴെല്ലാം ദൈവം അവരെ വിടുവിച്ചു. എന്നാൽ രാജാവിനെ ആവശ്യപ്പെട്ട അവരുടെ ഹൃദയാവസ്ഥയെയും ശമൂവേൽ വെളിപ്പെടുത്തുന്നു. രാഷ്ട്രീയമായി അവരുടെ അഭ്യർത്ഥന പൂർണ്ണമായും തെറ്റായിരുന്നില്ലെങ്കിലും അത് ആത്മീയമായി അപകടകരമായിരുന്നു. കാരണം അത് ദൈവത്തിലുള്ള വിശ്വാസക്കുറവിൽ നിന്നും ഭയത്തിൽ നിന്നുമാണ് ഉദിച്ചത്. ചുറ്റുമുള്ള ജാതികളെപ്പോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു രാജാവിനെയാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ രാജാവായാലും ജനമായാലും കർത്താവിനോടുള്ള അനുസരണമില്ലാതെ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കുകയില്ലെന്ന് ശമൂവേൽ മുന്നറിയിപ്പ് നൽകുന്നു. തൻ്റെ സന്ദേശത്തിൻ്റെ ഗൗരവം ഉറപ്പാക്കാൻ ശമൂവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് ഇടിമിന്നലും മഴയും പെയ്യുന്നു. അത് അത്യന്തം അസാധാരണമായ ഒരു സംഭവമായിരുന്നു. ജനങ്ങൾ ഭയപ്പെടുകയും തങ്ങളുടെ പാപം തിരിച്ചറിയുകയും ചെയ്യുന്നു. എന്നാൽ ശമൂവേൽ അവരെ നിരാശയിൽ വിട്ടുകളയുന്നില്ല. തിരുവെഴുത്തിലെ ഏറ്റവും ആശ്വാസകരമായ വാഗ്ദാനങ്ങളിൽ ഒന്ന് അവൻ നൽകുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു എങ്കിലും കർത്താവിനെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിപ്പീൻ. ദൈവത്തിൻ്റെ കൃപ അവരുടെ പരാജയത്തേക്കാൾ വലുതാണ്. അനുതാപം എന്നത് പാപത്തിൽ ദുഃഖിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല,
പൂർണ്ണ ഹൃദയത്തോടെ വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ് യഥാർത്ഥ അനുതാപം. ഈ അധ്യായങ്ങൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടും വളരെ ശക്തമായി സംസാരിക്കുന്നു. നാം ജീവിക്കുന്ന ലോകം കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യങ്ങളിൽ നേതാക്കൾ, സ്ഥാപനങ്ങൾ, സമ്പത്ത്, സാങ്കേതികവിദ്യ, മനുഷ്യശക്തി, വിശ്വാസം വയ്ക്കാൻ നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുന്നു. ഇസ്രായേലിനെ പോലെ നാമം കാണാൻ കഴിയുന്ന കാര്യങ്ങളിൽ സുരക്ഷ തേടാൻ പ്രലോഭിതരാകുന്നു. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് എല്ലാ ഭൗമിക അധികാരങ്ങളെയുംക്കാൾ ഉപരിയായി അവൻ്റെ രാജ്യത്വത്തിൽ ആശ്രയിക്കാനാണ്. സാധാരണ സാഹചര്യങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നതും ഇവിടെ നാം പഠിക്കുന്നു. കാണാതായ കഴുതകളെ അന്വേഷിച്ച് ഒരു യാത്ര രാജ്യത്വത്തിലേക്കുള്ള വഴിയായി മാറി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സാധാരണ കടമകളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നമുക്കറിയാവുന്നതിലും വലിയ ഒരു ദൗത്യത്തിനായി ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അവസാനമായി, യഥാർത്ഥ നേതൃത്വത്തിൻ്റെ മാനദണ്ഡം സമഗ്രതയും അനുസരണവും ദൈവത്തെ ആശ്രയിക്കുന്ന ജീവിതവുമാണെന്ന് ശമൂവേൽ പഠിപ്പിക്കുന്നു. അനുസരണമില്ലാത്ത വിജയം അപകടകരമാണ്. എന്നാൽ താഴ്മയോടുകൂടിയ അനുസരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുവരുന്നു. ഇസ്രായേലിൻ്റെ പരാജയങ്ങളിൽ നിന്നും ശമൂവേലിൻ്റെ വിശ്വസ്തതയിൽ നിന്നും ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ നിന്നും നമുക്ക് പഠിക്കാം. കർത്താവ് ഇന്നും തൻ്റെ ജനത്തിൻ്റെ രാജാവാണ്. പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുഗമിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. എൻ്റെ സുരക്ഷയ്ക്കായി ഞാൻ ദൈവത്തിൻ്റെ അദൃശ്യ ഭരണത്തേക്കാൾ ദൃശ്യമായ മനുഷ്യ പരിഹാരങ്ങളിലാണോ കൂടുതൽ ആശ്രയിക്കുന്നത്? ഭയമോ ആത്മവിശ്വാസക്കുറവോ കാരണം ഞാൻ ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് ഒളിച്ചോടുകയാണോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.